ഫീ ഹവാക നൽതഖി, അങ്ങയോടുള്ള അതിരറ്റ സ്നേഹത്താൽ ഞങ്ങൾ സംഗമിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ള പ്രമേയവുമായാണ് ഇത്തവണ ജാമിഅ മദീനത്തുന്നൂർ മീലാദാഘോഷങ്ങൾ നടത്തുന്നത്. വിശാലമായ 30-ലേറെ വരുന്ന ക്യാമ്പസുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും സ്ഥാപനങ്ങളുടെ സ്നേഹജനങ്ങളും എല്ലാം ചേർന്ന് റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ ആഖിർ 11 ജീലാനി ദിനം വരെ നീണ്ടുകിടക്കുന്ന 40 സുദിനങ്ങളിൽ വൈവിധ്യമാർന്ന ബൃഹത്തായ പദ്ധതികളാണ് ഇതിനോടനുബന്ധിച്ചു വരുന്നത്. കാരണം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണഭൂതരാണ്, ലോകത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയവരാണ്, ഈ ലോകത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ശാശ്വതമായ വിജയത്തിന് കാരണഭൂതർ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്, നബിതങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, എങ്കിലേ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ എന്ന്. സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കമാലിയത്താണ്, ഒരാളിലുള്ള പരിപൂർണതയാണ്. ആദരവിൻ്റെ സ്നേഹമുണ്ട്, വാത്സല്യത്തിൻ്റെ സ്നേഹമുണ്ട്, ഉപകാരസ്മരണയായിട്ടുള്ള സ്നേഹങ്ങളുണ്ട്. ആദരവിൻ്റെ പേരിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാൻ അർഹതപ്പെട്ടവർ നബിതങ്ങൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നബിതങ്ങളെക്കാൾ ഉത്തമരായി മറ്റാരും ഇല്ല. സർവചരാചരങ്ങളെക്കാളും എല്ലാ നബിമാരെക്കാളും അവരുള്ള ദൂതന്മാരിൽ തന്നെ ഉലുൽ അസ്മുകളായ 5 ദൂതന്മാരിലും ഏറ്റവും ഉത്കൃഷ്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റിയും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നബിതങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം എന്ന് തന്നെയാണ്. ബലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും വയുസല്ലിമൂ തസ്ലീമാ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത് നബിതങ്ങളെയാണ്. ഷഫഖത്താണെങ്കിൽ നബിതങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള സംരക്ഷണവും അതിനുവേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും നബിതങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയാണ്. ആ ഒരു സ്നേഹവാത്സല്യങ്ങളാണെങ്കിലും നബിതങ്ങളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ. കമാലിയത്തിൽ അറിവിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും സ്നേഹദാനത്തിൻ്റെയും എന്തെടുത്ത് പരിശോധിച്ചാലും ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഔദാര്യത്തിൻ്റെ വിഷയത്തിലും അറിവിൻ്റെ വിഷയത്തിലും മറ്റമ്പിയാക്കന്മാർ പോലും റസൂലുള്ളാഹി തങ്ങളോട് അടുത്തെത്തുകയില്ല. സാധാരണക്കാരൻ്റേത് പിന്നെ പറയാനും ഇല്ലല്ലോ. ഇഹ്സാനിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉപകാരം ലഭിച്ചത്, നമുക്ക് ഏറ്റവും വലിയ ഉപകാരം ലഭിച്ചത് സൃഷ്ടികളിൽ നിന്ന് ആരെ കൊണ്ടാണ്? അത് നമ്മുടെ നഫ്സിൻ്റെ സംരക്ഷണത്തിന്, ഭൂമിയിലും മരണശേഷവും ശാശ്വതമായി നമ്മുടെ നഫ്സിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായ ഈമാനും അറിവും തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അബദിയും സർമദിയുമായ സലാമത്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ നഫ്സിനെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു. അതിനൊരു കേടുവരാതെയും പോറലേൽക്കാതെയും രോഗം വരാതെയും സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെത്ര
ശ്രദ്ധിക്കുന്നുണ്ടോ അതിനേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹം കൊടുക്കുകയും തങ്ങളുടെ കാര്യത്തിൽ, തങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ, തങ്ങളുടെ സുന്നത്തിൻ്റെ കാര്യത്തിൽ അവയെ നിലനിർത്താനും പ്രചരിപ്പിക്കാനും അതിനെതിരെ വരുന്ന ഏതാശയങ്ങളെയും പ്രതിരോധിക്കാനും എല്ലാം തയ്യാറായി വരിക എന്നത് ആ സ്നേഹത്തിൻ്റെ ഭാഗം ആണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസ് വിദ്യാർത്ഥികളും അധ്യാപകരും അഹ്ബാബുകളും മുദുറാകളും എല്ലാവരും ചേർന്ന് ഈ വൈവിധ്യമാർന്ന തിരുസുന്നത്തുകളെ, തിരു നബി കീർത്തന പ്രവർത്തനങ്ങളെ ഓരോ ക്യാമ്പസിലും ഭംഗിയായി നടക്കുന്നതിന് സന്നദ്ധമാകണം, അതിനുവേണ്ടി തയ്യാറാകണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി പണം ചെലവഴിക്കണം, സമയം ചെലവഴിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.